Hi all, MCH022 Separation and Spectroscopic Techniques എന്ന പേപ്പറിലെ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന യൂണിറ്റിന്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആൻഡ് ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്താണ് ആൻഡ് ദ ഡിഫറെന്റ് ടെർമിനോളജീസ് ഇൻവോൾവ് ഇൻ ദ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ പ്രോസസ് നോക്കിയിരുന്നു. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്ട്രാക്ഷൻ സിസ്റ്റംസ് എന്ന സെക്ഷൻ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. സോ ആദ്യം എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. നമ്മുടെ അയോൺസ് or the species to be extracted aqueous space different forms exist ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് സംടൈംസ് അത് സോൾട്ട് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അത് നമുക്ക് ഒരു സിംഗിൾ മെത്തേഡിലൂടെ എല്ലാ സ്പീഷീസിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നത്. സോ ആദ്യം 3 steps ഓഫ് എക്സ്ട്രാക്ഷൻ നോക്കാം. സോ ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിന് ആദ്യം അൺചാർജ് ആക്കണം. സോ ഫോർമേഷൻ ഓഫ് അൺചാർജ് കോംപ്ലെക്സ് ഓഫ് സ്പീഷീസ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്പീഷീസ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ദ ഓർഗാനിക് ഫേസ്. സോ ഇതാണ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ആദ്യം സിമ്പിൾ മോളിക്യൂൾസിൽ എങ്ങനെയാണ് എക്സ്ട്രാക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. സിമ്പിൾ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള കോവാലന്റ് മോളിക്യൂൾസ് ആണ്. ആൻഡ് അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ആൻഡ് ഓൺലി കോവാലന്റ് ആയിട്ടുള്ള ബോൺസ് മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ എക്സ്ട്രാക്ഷൻ പ്രോസസ് യൂസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യാം, എക്സ്ട്രാക്ഷൻ ചെയ്യാം. ആൻഡ് അതിന്റെ ഹൈഡ്രോഫോബിക് നേച്ചർ, കോവാലന്റ് ബോൺസ് ആണ്, അതേപോലെ തന്നെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഹൈഡ്രോഫോബിക് നേച്ചർ കൂടുതലായിരിക്കും. ആൻഡ് അതിന്റെ സോളിബിലിറ്റി ടുവേർഡ്സ് ഓർഗാനിക് ഫേസ് കൂടുതലായിരിക്കും. ആൻഡ് ഹെൻസ് വി ക്യാൻ ഈസിലി ട്രാൻസ്ഫർ ദീസ് സ്പീഷീസ് ഫ്രം or aqueous phase to the organic phase. സോ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് നടക്കുന്നത്. ആൻഡ് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ജെർമാനിയം ക്ലോറൈഡ്, അതേപോലെ തന്നെ മെർക്കുറിക് ബ്രോമൈഡ് ഒക്കെയാണ് സിമ്പിൾ മോളിക്യൂൾസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നൗ സെക്കൻഡ് പാർട്ടാണ് എക്സ്ട്രാക്ഷൻ ബൈ കോമ്പൗണ്ട് ഫോർമേഷൻ. സോ മെയിൻലി ഇവിടെ വരുന്നത് ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ഓർ മെറ്റൽ അയൺസിന്റെ കേസിലാണ് നമ്മളിവിടെ ഒരു കോമ്പൗണ്ട് ഫോർമേഷൻ ഇൻവോൾവ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് നമുക്ക് ഡയറക്ട്ലി എക്സ്ട്രാക്ഷൻ പോസിബിൾ അല്ല. സോ അവിടെ ഒരു കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കുന്നു. ആൻഡ് ഹെൻസ് നമുക്കൊരു ഓർഗാനിക് ഫേസിൽ സോല്യൂബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ എക്സ്ട്രാക്ഷൻ നടക്കുന്നത്. ആൻഡ് മെക്കാനിസം നോക്കുകയാണെങ്കിൽ എക്സ്ട്രാക്ടൻസ് ഓപ്പറേറ്റ് ഫോർമലി ബൈ ദ എക്സ്ചേഞ്ച് ഓഫ് H+ ions ഓഫ് ദ അസിഡിക് ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് ദ കാറ്റയോൺസ് പ്രസന്റ് ഇൻ ദ അക്വസ് ഫേസ്. സോ അവിടെ ബേസിക്കലി ഒരു കാറ്റയോൺ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. എക്സ്ട്രാക്ടൻസിൽ പ്രസന്റ് ആയിട്ടുള്ള കാറ്റയോൺസ് തമ്മിൽ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു വിത്ത് എ മെറ്റൽ അയൺ. ആൻഡ് ഹെൻസ് ദെയർ ഒക്കേഴ്സ് എ ഫോർമേഷൻ ഓഫ് എ കോംപ്ലെക്സ് or a compound formation നടക്കുന്നു. ആൻഡ് ഈ ഒരു കോമ്പൗണ്ടിന് ഹൈഡ്രോഫോബിക് നേച്ചർ കൂടുതലായിരിക്കും. ആൻഡ് thereby അതിന്റെ സോളിബിലിറ്റി ഇൻ ദ ഓർഗാനിക് ഫേസ് വിൽ ഓൾസോ ബി മോർ. അങ്ങനെയാണ് ഇവിടെ എക്സ്ട്രാക്ഷൻ പോസിബിൾ ആവുന്നത്. സോ 3 ടൈപ്പ് ഓഫ് റിയേജൻസ് നമുക്ക് ജനറലി യൂസ് ചെയ്യാം ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോർമേഷനിൽ. സോ ഫസ്റ്റ് വൺ ഇസ് ദ ചീലേറ്റിംഗ് ഏജൻസ്, സെക്കൻഡ് വൺ ഇസ് അസിഡിക് ഓർഗാനോഫോസ്ഫറസ് എസ്റ്റേഴ്സ്, തേർഡ് വൺ ഇസ് കാർബോക്സിലിക് ആൻഡ് സൾഫോണിക് ആസിഡ്സ്. സോ ഫസ്റ്റ് ചീലേറ്റിംഗ് ഏജൻസിനെ കുറിച്ച് നോക്കാം. സോ ചീലേറ്റിംഗ് ഏജൻസ് ആസ് യു ഓൾ നോ അതൊരു മൾട്ടി ഡെൻഡേറ്റ് ഓർ ബൈഡെൻഡേറ്റ് ലിഗാൻസ് ആണ്. ആൻഡ് ദേ ഹാവ് ഡോണർ ഗ്രൂപ്പ്സ് ഓൾസോ. സോ ഈ ഡോണർ ഗ്രൂപ്പ്സ് ഈ ചീലേറ്റിംഗ് ഏജൻസ് ബേസിക്കലി വീക്ക് ആസിഡ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് വെൻ ദേ ഇന്ററാക്ട് വിത്ത് ദ മെറ്റൽ അയൺസ് പ്രസന്റ് ഇൻ ദ അക്വസ് ഫേസ് there occurs a transfer of electrons from this ligand to the metal atom. സോ മെറ്റൽ അയണിലേക്ക് അവിടെ ഒരു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കുന്നു. അതായത് ഡോണർ ഗ്രൂപ്പ്സ് ആണ് ഈ ചീലേറ്റിംഗ് ഏജന്റിലുള്ള ഡോണർ ഗ്രൂപ്പ്സ് ആണ് അവിടെ മെറ്റലിലേക്ക് ഒരു ഇലക്ട്രോൺ ഡൊണേഷൻ ചെയ്യുന്നത്. ആൻഡ് thereby neutralizing the charge on the metal ion. So this results in the formation of metal chelate complex. So metal chelate complex അവിടെ ഫോം ചെയ്യുന്നു. ആൻഡ് മെറ്റൽ ചീലേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ജനറലി അത് it will be having a ring structure and with the center as a metal ion. Metal atom ആയിരിക്കും സെന്റർ ആയിട്ട് ഉണ്ടാവുക. ആൻഡ് ഒരു റിംഗ് സ്ട്രക്ചർ ആണ് അതിന് ഉണ്ടാവുന്നത്. ആൻഡ് ദീസ് മെറ്റൽ ചീലേറ്റ്സ് ആർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. സോ just characteristics നോക്കാം. It acts as a weak acid. It contains donor group to form bidentate chelates and neutralize charge on the metal ion, satisfy the coordination number. Usually stable ആയിട്ടുള്ള 5 to 6 membered rings ആണ് ഫോം ചെയ്യുന്നത്. ഇനി ഡിഫറെന്റ് എക്സ്ട്രാക്റ്റബിലിറ്റി ഫാക്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് pH
അല്ലെങ്കിൽ മാസ്കിംഗ് ഏജൻസ് യൂസ് ചെയ്തിട്ട് സെലക്ടിവിറ്റി അറ്റൈൻ ചെയ്യാം. അതായത് മോർ ദാൻ വൺ അയൺ ഓർ സ്പീഷീസ് ടു ബി എക്സ്ട്രാക്റ്റഡ് നമ്മുടെ അക്വസ് ഫേസിൽ പ്രസന്റ് ആണെങ്കിൽ pH അല്ലെങ്കിൽ മാസ്കിംഗ് ഏജൻസി യൂസ് ചെയ്തിട്ട് നമുക്ക് സെലക്ടിവിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഒരു പെർട്ടിക്കുലർ അയൺ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പോസിബിൾ ആണ്. അതേപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ദ സെപ്പറേഷൻ കൂട്ടാൻ വേണ്ടി ഇപ്പോ മീഥൈൽ ഗ്രൂപ്പ്സ് ആണ് ചീലേറ്റിംഗ് ഏജന്റിൽ പ്രസന്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ബെൻസീൻ റിംഗ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എക്സ്ട്രാക്ഷൻ എഫിഷ്യൻസി ഓർ സെപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാവുന്നു. അതേപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മെറ്റൽ ചീലേറ്റ്സ് ആണ് ഇവിടെ ഫോം ആവുന്നത്. ഈ മെറ്റൽ ചീലേറ്റ്സ് എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ഇഫ് ദർ ഇസ് എനി വേക്കൻസി ഇൻ ദിസ് കോർഡിനേഷൻ കോമ്പൗണ്ട്, വേക്കൻറ്റ് സൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് വാട്ടർ മോളിക്യൂൾസ് ഓക്യുപ്പൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് ഇവിടെയുള്ള ഹൈഡ്രോഫോബിസിറ്റിനെ ഡിക്രീസ് ചെയ്യും. സോ വാട്ടർ മോളിക്യൂൾസ് അവിടെ കോർഡിനേഷൻ സൈറ്റിൽ വേക്കൻറ്റ് കോർഡിനേഷൻ സൈറ്റിൽ ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഹൈഡ്രോഫോബിക് നേച്ചർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരു ഡൈല്യൂവന്റ് യൂസ് ചെയ്യാം. സോ ഡൈല്യൂവന്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി കീറ്റോൺ, എസ്റ്റേഴ്സ്, ഓൾ ദീസ് തിങ്സ്. സോ ഒരു ഡൈല്യൂവന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വാട്ടർ മോളിക്യൂൾസിനെ ഡൈല്യൂവന്റ് റീപ്ലേസ് ചെയ്യും ആൻഡ് ബൈ ഇൻക്രീസിംഗ് ദ ഹൈഡ്രോഫോബിക് നേച്ചർ. സോ ഹൈഡ്രോഫോബിസിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് either ഒരു ബെൻസീൻ റിംഗ് വെച്ച് മീഥൈൽ ഗ്രൂപ്പ്സിനെ റീപ്ലേസ് ചെയ്യാം ഓർ എൽസ് നമുക്ക് ഡൈല്യൂവൻസ് യൂസ് ചെയ്യാം. സോ ഇത്രയാണ് നമുക്ക് ചീലേറ്റിംഗ് ഏജൻസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. സോ കോമൺ റിയേജൻസ് ആയിട്ട് നമ്മൾ ഡൈതൈസോൺ, അതേപോലെ 8-ഹൈഡ്രോക്സിക്വിനലിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതർ എക്സാമ്പിൾസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓൾസോ കൊമേഴ്ഷ്യൽ എക്സ്ട്രാക്ടൻസും കൂടെ ജസ്റ്റ് നോക്കാം. സെക്കൻഡ് വൺ ആണ് അസിഡിക് ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്. സോ ഇതിൽ ജനറലി ദേ ആർ കാറ്റയോൺ എക്സ്ചേഞ്ചേഴ്സ്. ഇതിൽ ഡിഫറെന്റ് കാറ്റഗറീസ് വരുന്നുണ്ട്. ആൽക്കൈൽ, ഫോസ്ഫോറിക്, ഫോസ്ഫോണിക് ആൻഡ് ഫോസ്ഫിനിക് ആസിഡ്സ് ആണ് ആസിഡിക് ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ നമ്മൾ ഇനീഷ്യലി പറഞ്ഞ മെക്കാനിസം തന്നെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അതായത് ഇവിടെയുള്ള മെറ്റൽ അയൺസ് പ്രസന്റ് ഇൻ ദ അക്വസ് ഫേസ് എക്സ്ട്രാക്ടൻസ് ആയിട്ട് അവിടെ ഒരു കാറ്റയോൺ എക്സ്ചേഞ്ച് സംഭവിച്ച് ഒരു ന്യൂട്രൽ കോംപ്ലക്സ് ഫോം ചെയ്യും. സോ അവിടെ ഒരു ഇലക്ട്രോൺ എക്സ്ചേഞ്ച് അതേപോലെ തന്നെ കാറ്റയോൺ എക്സ്ചേഞ്ച് സംഭവിക്കുന്നുണ്ട് ആൻഡ് ദെർബൈ ഫോമിങ് എ ന്യൂട്രൽ കോംപ്ലക്സ്. ആൻഡ് ഈ ന്യൂട്രൽ കോംപ്ലക്സിന് ഹൈഡ്രോഫോബിക് നേച്ചർ കൂടുതലായിരിക്കും ആൻഡ് ഹെൻസ് അതുകൊണ്ട് തന്നെ ഓർഗാനിക് ഫേസിലുള്ള സോളിബിലിറ്റിയും കൂടുതലായിരിക്കും. ഓൾസോ ഇവിടെ ഒരു ഡൈമറൈസേഷൻ അല്ലെങ്കിൽ പോളിമറൈസേഷൻ ടെൻഡൻസി ഉണ്ട് ഈ ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സിന് ഓർഗാനിക് ഫേസിൽ ആൻഡ് ഹെൻസ് ഇവിടെ ഒരു എക്സ്റ്റെൻസീവ് പോളിമറൈസേഷൻ സംഭവിക്കാനുള്ള ചാൻസസും ഉണ്ട്. ദെൻ അതർ ജനറലൈസേഷൻ നോക്കുകയാണെങ്കിൽ ചാർജ് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് നമ്മുടെ എക്സ്ട്രാക്റ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ. അതേപോലെ തന്നെ സോ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ആണ് ഇവിടെ വരുന്നത്. ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ്ട്രാക്റ്റബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. സോ ചാർജ് എന്ന് പറയുന്നത് മെറ്റൽ അയൺസിന്റെ ചാർജ് ആണ്. ആൻഡ് ഓൾസോ റേഡിയസ് ഡിക്രീസസ്. സോ മെറ്റൽ അയൺസിന്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ്ട്രാക്റ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണ് വരുന്നത്. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സീരിയം 4+ ആൻഡ് തോറിയം 4+. ഇതിന് രണ്ടിനും ചാർജ് കൂടുതലാണ് കമ്പയർഡ് ടു ദ മോണോവാലന്റ് ആൽക്കലി മെറ്റൽസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ്ട്രാക്റ്റബിലിറ്റി മോണോവാലന്റ് ആൽക്കലി മെറ്റൽസിനെക്കാളും കൂടുതലായിരിക്കും. ഓൾസോ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാണ്. ഇവിടുത്തെ അസിഡിറ്റി എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ലെങ്ത് ഓർ ബ്രാഞ്ചിങ് ആണ്. സോ ഇവിടെ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണ് വരുന്നത്. അസിഡിക് ഓർഗാനോഫോസ്ഫറസിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സിന്റെ ബ്രാഞ്ചിങ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അസിഡിറ്റി ഇവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആസ് വി ഓൾ നോ അസിഡിറ്റി ഈസ് എ ഫാക്ടർ എഫക്റ്റിംഗ് ദ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ. സോ ഇത്രയാണ് അസിഡിക് ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സിന്റെ ഒരു ജനറൽ ഐഡിയ അല്ലെങ്കിൽ മെക്കാനിസം ഒക്കെ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസും കൂടെ നോക്കാം. സോ ഇവിടെ കുറച്ച് മോണോ എസ്റ്റേഴ്സ് അതേപോലെ തന്നെ ഡൈ ആൽക്കൈൽ ഫോസ്ഫേറ്റ്സിലെ DEHPA അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒരു ഫ്യൂ ഒന്ന് റിമെമ്പർ ചെയ്യാം. ദെൻ തേർഡ് ആയിട്ട് വരുന്നതാണ് കാർബോക്സിലിക് ആൻഡ് സൾഫോണിക് ആസിഡ്സ്. ഇതിന്റെ മെക്കാനിസവും വെരി സിമിലർ ടു ദ പ്രീവിയസ് വൺസ് തന്നെയാണ്. ബോത്ത് കാർബോക്സിലിക് ആസിഡ് ആസ് വെൽ ആസ് സൾഫോണിക് ആസിഡിന്റെ കാറ്റയോൺ എക്സ്ചേഞ്ചേഴ്സ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ്ലി ഇൻ ഓർഗാനിക് ഫേസിൽ അതെന്താണ് ചെയ്യുന്നത്, ഡൈമറൈസ് ആണ് ചെയ്യുന്നത്. പോളിമറൈസേഷൻ എന്ന് ആണ് സംഭവിക്കുന്നത്, പക്ഷെ ഡൈമറിന്റെ മുകളിൽ അത് പോകില്ല.
ആൻഡ് ഓൾസോ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് വേഴ്സാറ്റിക് ആസിഡ് ആൻഡ് നാഫ്തനിക് ആസിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കാർബോക്സിലിക് ആസിഡിന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് pH കൺട്രോൾ ആണ്. pH കൺട്രോൾ നമുക്ക് ചെയ്തുകൊണ്ട് സെലക്ടിവിറ്റി, ഹൈലി സെലക്ടിവിറ്റി നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഒന്നിലധികം അയോൺസ് ഒരു അക്വസ് സ്പേസിൽ പ്രസന്റ് ആണെങ്കിൽ pH കൺട്രോൾ മാത്രം വഴി ഒരു പെർട്ടിക്കുലർ അയൺ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പോസിബിൾ ആണ് കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ. ആൻഡ് കാർബോക്സിലിക് ആസിഡ് ജനറലി അക്വസ് സ്പേസിലുള്ള pH ആൽക്കലൈൻ pHലായിരിക്കും നമ്മൾ ജനറലി ഈ ഒരു എക്സ്ട്രാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടാവുക. വേറെ സൾഫോണിക് ആസിഡ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ നമുക്ക് പറയാം. ജനറലി pH1 ബിലോ pH1 വരെ നമുക്ക് കാറ്റിയോൺസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പോസിബിൾ ആണ് സൾഫോണിക് ആസിഡ് യൂസ് ചെയ്തിട്ട്. ഇനി കാർബോക്സിലിക് ആസിഡിന്റെ എക്സ്ചേഞ്ച് സീരീസ് നോക്കാം. Fe3+ ലെസ് ദാൻ കോപ്പർ 2+ ലെസ് ദാൻ സിങ്ക് 2+ ലെസ് ദാൻ കോപ്പർ 2+ ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് ദിസ് മീൻസ് ദാറ്റ് എനിക്ക് കോപ്പർ 2+ ഇപ്പോ ഒരു salt ആയിട്ട് and organic phase. So carboxylic acid interacted with the copper in the aqueous phase and it got transferred. ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു എന്ന് വിചാരിക്കുക and it got transferred into the organic phase. അങ്ങനെയുള്ള കേസിൽ എനിക്ക് വേറൊരു അയോണിനെയാണ് സെലക്റ്റീവ്ലി ഇനി അക്വസ് ഫേസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കേണ്ടതെങ്കിൽ എനിക്ക് കോപ്പറിനെ ടുവേർഡ്സ് ഇറ്റ്സ് ലെഫ്റ്റ്, ദ എലമെന്റ്സ് ടുവേർഡ്സ് ഇറ്റ്സ് ലെഫ്റ്റ് യൂസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം, ഒരു റീപ്ലേസ് ഓപ്ഷൻ കൂടെ അവിടെ വരുന്നുണ്ട്. അതായത് എനിക്ക് കോപ്പർ ആയിട്ട് എക്സ്ചേഞ്ച് പോസിബിൾ ആണ് കൊബാൾട്ട് എനിക്ക് കോപ്പർ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ആൻഡ് കൊബാൾട്ട് വിൽ ഗോ ബാക്ക് ടു ദ അക്വസ് സ്പേസ്. സോ pHനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഡർ ഓഫ് എക്സ്ട്രാക്ഷൻ കൂടെ വരുന്നത്. സോ ഇത്രയാണ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് സൾഫോണിക് ആസിഡിനെ കുറിച്ച് പറയാനുള്ളത്. തേർഡ് കാറ്റഗറി ഓർ തേർഡ് ടൈപ്പ് ഓഫ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം ആണ് എക്സ്ട്രാക്ഷൻ ബൈ സോൾവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ന്യൂട്രൽ ഇൻഓർഗാനിക് മോളിക്യൂൾസ് ഓർ കോംപ്ലക്സസ് നമ്മൾ ഇലക്ട്രോൺ ഡോണർ ഗ്രൂപ്പ്സ് പ്രസന്റ് ആയിട്ടുള്ള എക്സ്ട്രാക്ടൻസ് യൂസ് ചെയ്ത് സോൾവേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു സോൾവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഈ കോംപ്ലക്സിന്റെ സോളിബിലിറ്റി ഇൻ ദ ഓർഗാനിക് ഫേസ് ഇൻക്രീസും കൂടെ ചെയ്യുന്നുണ്ട്. സോ മെക്കാനിസം വായിക്കാം. ഇലക്ട്രോൺ ഡോണർ എക്സ്ട്രാക്ടൻ സോൾവേറ്റ് ന്യൂട്രൽ ഇൻഓർഗാനിക് മോളിക്യൂൾസ് ഓർ കോംപ്ലക്സസ്. സോൾവേഷൻ ഇൻക്രീസസ് സോളിബിലിറ്റി ഇൻ ദ ഓർഗാനിക് ഫേസ്. ആൻഡ് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് നമുക്ക് കീറ്റോൺസ്, അതേപോലെ തന്നെ എസ്റ്റേഴ്സ്, ഓൾസോ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ഒക്കെയാണ് വരുന്നത്. ആൻഡ് HNO3.TBP ദാറ്റ് ഇസ് ട്രൈബ്യൂട്ടൈൽ ഫോസ്ഫേറ്റ്. സോ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ആൻഡ് 2 ഡിസ്റ്റിങ് കാറ്റഗറീസ് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു സോൾവേഷൻ സിസ്റ്റത്തിൽ. ഫസ്റ്റ് വൺ ഇസ് കാർബൺ ഓക്സിജൻ ബോണ്ട് റിയേജൻസ്, ദാറ്റ് ഇസ് ethers, esters, alcohols and ketones. അവിടെ കാർബൺ ഓക്സിജൻ ബോണ്ട് ഉള്ള റിയേജൻസ് ആണ്. ആൻഡ് ഫോസ്ഫറസ് ഓക്സിജൻ ബോണ്ട് ഉള്ള റിയേജൻസ് ആയിട്ടുള്ള ആൽക്കൈൽ ഫോസ്ഫേറ്റ്സ്, ആൽക്കൈൽ തയോഫോസ്ഫേറ്റ്സ് എക്സെട്ര. സോ ഇതാണ് സെക്കൻഡ് കാറ്റഗറി ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഓരോ കാറ്റഗറിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി ആണ് എക്സ്ട്രാക്ടൻസ് കണ്ടെയ്നിങ് കാർബൺ ഓക്സിജൻ ബോണ്ട്സ്. സോ കാർബൺ ആൻഡ് ഓക്സിജൻ ബോണ്ട്സ് ഉള്ള റിയേജൻസ് ലൈക്ക് ethers, ketones and alcohols ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ആൻഡ് വാട്ട് ദേ ഡു ഇസ്, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സോൾവേഷൻ ആണ് ഇവിടുത്തെ പ്രോസസ് എന്ന് പറയാം, അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇവിടെ വാട്ടർ ഇസ് എ നെസസറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ്. സോ ഈ ethers, ketones, ആൽക്കഹോൾസ് ഒക്കെ മെറ്റലൊക്കെ ആയിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ആൻഡ് ഈ ഒരു കോംപ്ലക്സിന് ഒപ്പം തന്നെ വാട്ടറും കൂടെ പാർട്ടായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യുറാനിൽ നൈട്രേറ്റ് ട്രാൻസ്ഫർ ടു ദ ഡൈബ്യൂട്ടൈൽ കാർബിറ്റോൾ വിത്ത് 4 molecules ഓഫ് വാട്ടർ. So uranyl nitrate aqueous phase present ആണെങ്കിൽ and if we are using ether or ketone as the reagent, അതിന്റെ ഡൈബ്യൂട്ടൈൽ കാർബിറ്റോൾ ആണ് ഓർഗാനിക് ഫേസ്. ആൻഡ് അവിടെ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് അലോങ് വിത്ത് ദിസ് യുറാനിൽ നൈട്രേറ്റ് 4 molecule ഓഫ് വാട്ടറും കൂടെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ എഫിഷ്യൻസിയും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് സിമെട്രിക് ആയിട്ടുള്ള ഈത്തേഴ്സ് ഓർ കീറ്റോൺസിനെക്കാളും അസിമെട്രിക് ആയിട്ടുള്ള ഈത്തേഴ്സ് ഓർ കീറ്റോൺസിൽ വിൽ ബി ഷോയിങ് ഗ്രേറ്റർ എഫിഷ്യൻസി. കാരണം ഇറ്റ് വിൽ ബി ഹാവിങ് എ ഗ്രേറ്റർ ഡൈപോൾ മൊമെന്റ്. ദെൻ നമുക്ക് അഡീഷണലി നൈട്രേറ്റ്, മെറ്റൽ നൈട്രേറ്റ്സിന്റെ എക്സ്ട്രാക്ഷന്റെ കേസിൽ സോൾട്ടിങ് ഔട്ട് ഏജൻസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ അമോണിയം നൈട്രേറ്റ് നമുക്ക് യുറാനിൽ നൈട്രേറ്റ്, അതേപോലെ തന്നെ തോറിയം നൈട്രേറ്റ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് ഇൻ ദ ബൈൻഡിങ് ഓഫ് വാട്ടർ മോളിക്യൂൾ. സോ ഇവിടെ എന്ത് ചെയ്യും, ഈ നൈട്രേറ്റ്സ്
സോൾട്ടിംഗ് ഔട്ട് ഏജന്റ് വാട്ടർ ആയിട്ട് ബൈൻഡ് ചെയ്ത് ഈ വാട്ടർ എന്ന് പറയുന്ന ഫേസ് തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കില്ല. സോ കംപ്ലീറ്റ്ലി ഓർഗാനിക് ഫേസ് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, മെറ്റൽ ഓർഗാനിക് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ഹെൻസ് and also ഈ salting out agent എന്ത് ചെയ്യുന്നു, lower the dielectric constant of the aqueous phase. So salting out agent, addition of nitrate salt enhance the extraction. So metal nitrates in the കേസിലാണ് generally ഇത് യൂസ് ചെയ്യുന്നത്. And the threefold functions are provide higher concentration of the complexing anions, bind water making it unavailable to compete, lower the dielectric constant of the aqueous phase. So ഇതാണ് കാർബൺ ഓക്സിജൻ ബോണ്ട് ഉള്ള സോൾവേറ്റിംഗ് ഏജന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള എക്സ്ട്രാക്ടൻസ് കണ്ടെയ്നിങ് ഫോസ്ഫറസ് ഓക്സിജൻ ബോണ്ട്സ് ആണ്. സോ ഇതിൽ എന്തായിരിക്കും, മെയിൻലി ഫോസ്ഫറസ് ഓക്സിജൻ ബോണ്ട്സ് ആയിരിക്കും ഈ റിയേജൻസിൽ ഉണ്ടാവുക. അപ്പൊ ജനറലി ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ആണ് നമുക്ക് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇവിടെ കോർഡിനേഷൻ ഓക്സിജൻ ഓഫ് ദ ഫോസ്ഫോറിൽ ഗ്രൂപ്പ്. സോ മെറ്റൽ വിൽ ബി കോർഡിനേറ്റിംഗ് വിത്ത് ദ ഓക്സിജൻ ഓഫ് ദ ഫോസ്ഫോറിൽ ഗ്രൂപ്പ് ആൻഡ് സ്ട്രോങ് പോളാർ ക്യാരക്ടർ കോമ്പീറ്റ്സ് ഫേവറബിളി വിത്ത് വാട്ടർ. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വണ്ണില് കാർബൺ ഓക്സിജൻ ബോണ്ടിൽ നമ്മുടെ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് എല്ലാം ഒരു വാട്ടർ മോളിക്യൂൾസിനെയും കൂടെ ക്യാരി ചെയ്യുന്നുണ്ട് ഓർഗാനിക് ഫേസിലേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഓർഗാനോ ഫോസ്ഫേറ്റ്സ് അല്ലെങ്കിൽ ഫോസ്ഫറസ് ഓക്സിജൻ ബോണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന റിയേജൻസ് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ മോളിക്യൂളിനെ റീപ്ലേസ് ആണ് ചെയ്യുന്നത്. അത് എല്ലാം അതിനെ ക്യാരി ചെയ്യില്ല, വാട്ടർ മോളിക്യൂളിനെ ക്യാരി ചെയ്യില്ല. They replace the water molecule in the coordination sphere. So the mechanism is coordination occurs through the oxygen of phosphoryl group and strong polar character competes favorably with the water and it can replace water in the coordination sphere. So then the examples നോക്കുകയാണെങ്കിൽ generally tributyl phosphate, then TBVP. So just a few examples, 2 or 3 ഒന്ന് ഓർത്ത് വെക്കുക. And also ഇവിടെ നമുക്ക് extraction powerനെയും കൂടെ കുറിച്ച് നോക്കാനുണ്ട്. So increase with the number of direct CP linkages. So CP linkages increase ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ extraction power കൂടുന്നുണ്ട്. So നോക്കുകയാണെങ്കിൽ phosphate less than phosphonate less than phosphinate less than phosphine oxide. So just extraction power ന്റെ order ഓർത്ത് വെക്കുക. And also solubility വേറെ കുറച്ച് ഡിഫറെന്റ് ഓർഡർ ആണ്. This is based on the increasing polarity of the phosphoryl group. And also 2 points ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്. മോസ്റ്റ്ലി ഹാർഡ് ആസിഡ്സ് ഹാർഡ് ബേസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ബൈൻഡ് ചെയ്യാൻ നമുക്കറിയാം. അതേപോലെ തന്നെ സോഫ്റ്റ് ആസിഡ് സോഫ്റ്റ് ബേസ് ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. സോ ഇവിടെയും നമുക്ക് ഈ രണ്ട് കേസസിൽ കാർബൺ ഓക്സിജൻ ബോണ്ട് പറഞ്ഞു, അതേപോലെ തന്നെ ഫോസ്ഫറസ് ഓക്സിജൻ ബോണ്ട്സ് പറഞ്ഞു. സോ ഇവിടെയും അതേ കേസ് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഹാർഡ് ആസിഡ്സ് ആയിട്ട് നമുക്ക് ഓക്സിജൻ കണ്ടെയ്നിങ് ഡോണർ ഗ്രൂപ്പ്സ് പറയാം. ആൻഡ് അവിടെ വരുന്ന ഹാർഡ് ബേസസ് ആയിട്ട് വരുന്നത് Fe3+, then ലന്താനം 3+ ഒക്കെയാണ്. അതേപോലെ തന്നെ സോഫ്റ്റ് ആസിഡ്സ് ആയിട്ട് നമുക്ക് നൈട്രജൻ അതേപോലെ തന്നെ സൾഫർ കണ്ടെയ്നിങ് ഡോണർ ഗ്രൂപ്പ്സ് ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ള റിയേജൻസിനെ പറയാം. ആൻഡ് ഓൾസോ ദാറ്റ് വിൽ ബൈൻഡ് ടു ദ സോഫ്റ്റ് ബേസസ് ലൈക്ക് കോപ്പർ, കാഡ്മിയം എക്സെട്ര. Now, commercial examples of phosphorus oxygen bond containing reagents നോക്കുകയാണെങ്കിൽ TBP ആണ്. സോ TBP എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയേജന്റ് ആണ്. സോ മോസ്റ്റ്ലി എല്ലാ കേസസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജനറൽ റിയേജന്റ് ആണ് ന്യൂട്രൽ ഫ്യൂവൽ പ്രോസസ്സിംഗ്. സോ ന്യൂട്രൽ ഫ്യൂവൽ പ്രോസസ്സിംഗിലാണ് നമ്മൾ മേജർലി അത് യൂസ് ചെയ്യുന്നത്. ആൻഡ് നൈട്രേറ്റ്സ് ക്ലോറൈഡ്സ്, സോ ഇവിടെ നൈട്രേറ്റ്സ് മെറ്റൽ ക്ലോറൈഡ്സിന്റെ എക്സ്ട്രാക്ഷൻ ആണ് നമ്മൾ TBP യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ TOPO, ദാറ്റ് ഇസ് ഹൈ എക്സ്ട്രാക്ഷൻ പവർ ആണ് അതിനുള്ളത്. Cyanix 923, മിക്സ്ചർ ഓഫ് 4 ട്രൈ ആൽക്കൈൽ ഫോസ്ഫൈൻ ഓക്സൈഡ്. സോ ഇത് മൂന്നും ഓർത്ത് വെക്കണം. നെക്സ്റ്റ് കാറ്റഗറി ഇസ് ദ എക്സ്ട്രാക്ഷൻ ബൈ അയൺ പെയർ സിസ്റ്റം. സോ ഇവിടെ ഒരു അയൺ പെയർ ഫോർമേഷൻ നടന്നിട്ടാണ് എക്സ്ട്രാക്ഷൻ പോസിബിൾ ആവുന്നത്. ജനറലി ഹൈ മോളിക്കുലർ വെയിറ്റ് അമൈൻസ് ആണ് നമ്മൾ ഈ ഒരു അയൺ പെയർ ഫോർമേഷൻ വഴിയുള്ള എക്സ്ട്രാക്ഷന് യൂസ് ചെയ്യുന്നത്. സോ മെക്കാനിസം പറയുകയാണെങ്കിൽ നമ്മുടെ അക്വസ് സ്പേസിലുള്ള ആനിയോൺ, മെറ്റൽ ആനിയോൺ will interact with the other ions in the aqueous phase and form a metal anion complex, and further it will interact with the
കാറ്റയോൺ ഓഫ് ദ ഓർഗാനിക് ബേസ്. സോ ആദ്യം ആനിയോണിക് മെറ്റൽ സ്പീഷീസ് ഉണ്ട്. ഈ ഒരു ആനിയോണിക് മെറ്റൽ സ്പീഷീസ് എന്ത് ചെയ്യും? ഓർഗാനിക് ബേസ് ഫേർണിഷ് ചെയ്യുന്ന കാറ്റയോൺ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് അവിടെ ഒരു സോൾട്ട് ഫോർമേഷൻ നടക്കും. ഈ സോൾട്ട് എന്ന് പറയുന്നത് അക്വസ് സ്പേസിൽ സോല്യൂബിൾ അല്ല, ഓർഗാനിക് ബേസിലാണെങ്കിലോ സോല്യൂബിൾ ആണ്. സോ നമ്മൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടാവുന്ന കേസിലാണ്. അപ്പൊ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ആനിയോണിക് സ്പീഷീസ് ആയിട്ടാണ് അക്വസ് സ്പേസിൽ ഉള്ളതെങ്കിൽ അത് ഫെർദർ അക്വസ് സ്പേസിലുള്ള വേറെ അയോൺസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത ഒരു ആനിയോണിക് മെറ്റൽ സ്പീഷീസ് ഉണ്ടാവുന്നു. ആൻഡ് ഇത് ഓർഗാനിക് ബേസിലുള്ള കാറ്റയോൺ ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് സോൾട്ട് ഫോർമേഷൻ നടക്കുന്നത്. ആൻഡ് ഇത് എന്തായിരിക്കും? ഈ സോൾട്ട് എന്ന് പറയുന്നത് ഈസിലി ഓർഗാനിക് ബേസിലേക്ക് ട്രാൻസ്ഫറബിൾ ആണ്. ആൻഡ് ഫെർദർ നമുക്ക് തിരിച്ച് അക്വസ് സ്പേസിലുള്ള വേറെ ഒരു ആനിയോൺ ആയിട്ട് ഈ സോൾട്ടിൽ ആനിയോൺ എക്സ്ചേഞ്ചും കൂടെ പോസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ്. അയൺ എക്സ്ചേഞ്ചും അതേപോലെ തന്നെ സോൾവെന്റ് എക്സ്ട്രാക്ഷനും കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. സോ ഈ ഒരു അനിയോൺ എക്സ്ചേഞ്ചും കൂടെ ഇവിടെ പോസിബിൾ ആണ്, റിവേഴ്സിബിൾ ആയിട്ട് നടക്കും. തിരിച്ച് ഓർഗാനിക് ഫേസിലുള്ള ആനിയോൺ അക്വസ് ഫേസിലുള്ള ആനിയോൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് നടക്കും. സോ മെക്കാനിസം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്ട്രാക്ഷൻ ഓഫ് anionic metal species by cation furnished by organic base, and the step 1 is the salt formation. So there you can see the interaction of anion with the organic base. Sorry, the cation furnished by the organic base. Then second step എന്ന് പറയുന്നത് anion exchange സംഭവിക്കുകയാണ്. അതായത് ഓർഗാനിക് ഫേസിലുള്ള ഈ ഒരു സോൾട്ട് അക്വസ് ഫേസിലുള്ള വേറൊരു ആനിയോൺ ആയിട്ട് എക്സ്ചേഞ്ച് സംഭവിച്ച് ഈ B- എന്ന് പറയുന്ന ആനിയോൺ സോൾട്ട് ഫോം ചെയ്തു. ഇനി ഇതിന്റെ ഓർഡർ ഓഫ് എക്സ്ട്രാക്ഷൻ പവർ നോക്കുകയാണെങ്കിൽ പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെർഷ്യറി ഗ്രേറ്റർ ദാൻ, ക്വാട്ടനറി. സോ പ്രൈമറിയിൽ നിന്നും ക്വാട്ടനറിക്ക് പോകുന്ന സമയത്ത് അവിടെ എക്സ്ട്രാക്ഷൻ പവർ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്, ബൾക്കി അമൈൻസ്. സോ ബൾക്കി അമൈൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്? സ്റ്റെറിക് ഫാക്ടർ വരുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റെറിക് ഫാക്ടർ കൊണ്ട് തന്നെ അമൈൻസിന്റെ ബേസിസിറ്റിനെ എഫക്ട് ചെയ്യുന്നു. സോ ഈ ബേസിസിറ്റി എഫക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ഓഫ് ദ സോൾട്ട്, ഫോം ചെയ്ത കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റിനെ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെർബൈ ഇവൻച്വലി അത് എന്താവും? നമ്മുടെ എക്സ്ട്രാക്ഷനെയും കൂടെ ബാധിക്കും. ഓക്കെ, ദെൻ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി ഡിഫറെന്റ് അമൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസും കൂടെ നോക്കാം. ലാസ്റ്റ് കാറ്റഗറി ഓഫ് ദ എക്സ്ട്രാക്ഷൻ സിസ്റ്റം ആണ് എക്സ്ട്രാക്ഷൻ ബൈ ക്രൗൺ ഈത്തേഴ്സ്. സോ ക്രൗൺ ഈത്തേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ലിഗാൻഡ് തന്നെയാണ്. സോ ദീസ് ആർ മൾട്ടി ഡെന്റേറ്റ് മാക്രോസൈക്ലിക് ലിഗാൻഡ്. സോ ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ദേ വിൽ ബി ഹാവിംഗ് എ റിംഗ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ, ക്ലോസ്ഡ് റിംഗ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. ആൻഡ് ഇതിൽ എന്തുണ്ട്? ഈഥർ ലിങ്കേജസ് ഉണ്ട് ഈ റിംഗിൽ. ആൻഡ് ഓൾസോ ഈ ഈഥർ ലിങ്കേജസ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? മീഥൈൽ ഗ്രൂപ്പ്സ് വെച്ചിട്ടാണ്. സോ ഈ ഒരു ഈഥർ ലിങ്കേജ് ഓർ ഈഥർ ഓക്സിജൻസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ആയിട്ടാണ് പ്ലേസ് ആയിട്ടുള്ളത്, അല്ലെ? ഈ റിംഗിന്റെ എൻറ്റയർ സെന്റർ പോർഷനിലാണ് ഈ ഒരു ഈഥർ ഓക്സിജൻ വരുന്നത്. ആൻഡ് മീഥൈൽ ഗ്രൂപ്പ്സ് ആണെങ്കിലോ ഔട്ടർ റീജിയനിലാണ് വരുന്നത്. സോ ഈ ഈഥർ ഓക്സിജൻ എൻറ്റയർ ക്രൗൺ ഈഥറിന്റെ ഒരു ഹൈഡ്രോഫിലിക് പോർഷൻ ആണ്. ആൻഡ് മീഥൈൽ ഗ്രൂപ്പ്സ് വരുന്ന പാർട്ട്, അതായത് ഔട്ടർ പാർട്ട് ഓഫ് ദ ക്രൗൺ ഈഥർ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് നേച്ചർ ആണ് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു സെൻട്രൽ ഹൈഡ്രോഫിലിക് ക്യാവിറ്റി കണ്ടെയ്നിങ് ദ ഓക്സിജൻ ആറ്റം ആണ് ഈ ഒരു മെറ്റലിനെ ബൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈ മെറ്റലിലേക്ക് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് മെറ്റലിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ആൻഡ് ദ ഔട്ടർ മോസ്റ്റ് ഹൈഡ്രോഫോബിക് പാർട്ട്, ദാറ്റ് ഇസ് എ മീഥൈൽ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അതെ, സോളിബിലിറ്റി ടുവേർഡ്സ് ദ ഓർഗാനിക് ഫേസിനെ ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് സ്ട്രക്ചർ നോക്കാം. ദീസ് ആർ മൾട്ടി ഡെന്റേറ്റ് മാക്രോസൈക്ലിക് ലിഗാൻഡ്സ്, സെൻട്രൽ ഹൈഡ്രോഫിലിക് cavity ringed with electronegative donor atoms. So oxygen, nitrogen, sulfur. So crown ethers എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഓക്സിജൻ ആണ്, ക്രിപ്റ്റൻസ് ഒക്കെ ഉണ്ട്. സോ അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തായിരിക്കും? ഡോണർ ഗ്രൂപ്പ്സ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. ആൻഡ് സറൗണ്ടഡ് ബൈ ഹൈഡ്രോഫോബിക് CH2 കോളേഴ്സ്. ഇതിന് ഹൈഡ്രോഫോബിക് CH2 കോളേഴ്സ് ഉണ്ട്. ഇനി ഇതിന്റെ എക്സ്ട്രാക്ഷൻ മെക്കാനിസം ഞാനിപ്പോ പറഞ്ഞതാണ്. എന്തായിരുന്നു? മെറ്റല് ഹൈഡ്രോഫിലിക് പാർട്ട് ആയിട്ട് ബൈൻഡ് ചെയ്യും. ആൻഡ് ദ donor groups donate the electron to the metal and thereby neutralizing the charge on the metal. And further hydrophobic part organic phase-ലുള്ള solubility എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഓൾസോ ഈ ഒരു എക്സ്ട്രാക്ഷൻ എന്ന് പറയും, ഈ ഒരു മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി സെലക്റ്റീവ് ആണ്.
കാരണം ഇതിന്റെ ക്യാവിറ്റി സൈസ്, ക്രൗൺ ഈത്തേഴ്സിന്റെ ഒരു ക്യാവിറ്റി ഉണ്ടെന്ന് അറിയാലോ, ഇതിന്റെ സെൻട്രൽ എന്താണ്, ക്യാവിറ്റിയാണ്. ഈ ഒരു ക്യാവിറ്റിയാണ് സെലക്ടിവിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ എല്ലാ സൈസിലുള്ള മെറ്റൽസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പെർട്ടിക്കുലർ ക്രൗൺ ഈത്തർ വെച്ച് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ ദ സെലക്ടിവിറ്റി ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ കോമ്പാറ്റബിലിറ്റി ഓഫ് ക്യാവിറ്റി സൈസ് ആൻഡ് മെറ്റൽ അയൺ റേഡിയസ്, ദാറ്റ് ഇസ് അയൺ ഇൻ ദ ഹോൾ മോഡൽ ആണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അതായത് ഒരു 12 ക്രൗൺ പോർ ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, വളരെ സ്മോൾ ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസ് ലൈക്ക് ലിത്തിയം പ്ലസ് ഒക്കെ മാത്രമേ നമുക്ക് അത് വെച്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറാസ് പൊട്ടാഷ്യം ഒന്നും നമുക്ക് പൊട്ടാഷ്യം സോഡിയം ഒന്നും നമുക്ക് 12 ക്രൗൺ പോറിലൂടെ എക്സ്ട്രാക്ഷൻ പോസിബിൾ അല്ല. സോ അതാണ് ഇവിടുത്തെ സെലക്ടിവിറ്റിയുടെ പാർട്ടിൽ പറയുന്നത്. സോ കോമ്പാറ്റബിലിറ്റി ഓഫ് ദ ക്യാവിറ്റി സൈസ് ആൻഡ് മെറ്റൽ അയൺ റേഡിയസ് ആണ് ഇവിടെ സെലക്ടിവിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ മേജർ ആപ്ലിക്കേഷൻ വരുന്നത് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ സെപ്പറേഷൻ ആണ്. സോ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എക്സ്ട്രാക്ഷൻ സിസ്റ്റംസ്. നമുക്ക് എക്സ്ട്രാക്ഷൻ സിസ്റ്റംസ് എന്ന പോർഷനിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ 2 ബേസിക് അപ്രോച്ചസ് അഡോപ്റ്റഡ് ടു അച്ചീവ് സെലക്ടിവിറ്റി ഇൻ ദ മെറ്റൽ അയൺ എക്സ്ട്രാക്ഷൻ ബൈ ദ ചീലേറ്റിംഗ് ഏജൻസ്? സോ ചീലേറ്റിംഗ് ഏജൻസ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റൽ അയൺ എക്സ്ട്രാക്ഷനിൽ സെലക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 ബേസിക് അപ്രോച്ചസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, pH അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ മാസ്കിംഗ് ഏജൻസും കൂടെ യൂസ് ചെയ്യാൻ പോസിബിൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഡു വി ജനറലി പ്രിഫർ ആൻ ആൽക്കൈൽ ഫോസ്ഫറസ് ആസിഡ് ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് എ മെറ്റൽ അയൺ ഓവർ എ കാർബോക്സിലിക് ആസിഡ്? സോ ഒരു മെറ്റൽ അയൺ എക്സ്ട്രാക്ഷന്റെ സമയത്ത് എന്തുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡിനേക്കാൾ കൂടുതൽ ആൽക്കൈൽ ഫോസ്ഫറസ് ആസിഡ് പ്രിഫർ ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് വരുന്നത് എന്തായിരിക്കും, കാർബോക്സിലിക് ആസിഡ് ഇസ് soluble in aqueous phase. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു എക്സ്ട്രാക്ടർ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ ജനറലി ഓർഗാനിക് ഫേസിലായിരിക്കണം എക്സ്ട്രാക്ടന്റ് ഉണ്ടാവേണ്ടത്. ആൻഡ് ഇവിടെ കാർബോക്സിലിക് ആസിഡ് അക്വസ് ഫേസിൽ സോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, എക്സ്ട്രാക്ടന്റ് അക്വസ് ഫേസിലേക്ക് വരും ആൻഡ് ഇറ്റ് എഫക്ട്സ് ദ എഫിഷ്യൻസി ഓഫ് ദ സെപ്പറേഷൻ. ആൻഡ് ഓൾസോ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇതിനെന്തായിരിക്കും, സർഫസ് ആക്റ്റീവ് ആണ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് സർഫസ് ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇമൽഷൻ ഫോർമേഷൻ ടെൻഡൻസി ഉണ്ട് ആൻഡ് ഇറ്റ് എഫക്ട്സ് ദ എക്സ്ട്രാക്ഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൈനറ്റിക്സ്. സോ ഫാസ്റ്റർ കൈനറ്റിക്സ് ആൽക്കൈൽ ഫോസ്ഫറസിനാണ് കമ്പയർഡ് ടു ദ കാർബോക്സിലിക് ആസിഡ്. സോ ഫാസ്റ്റർ എക്സ്ട്രാക്ഷൻ വിൽ ബി പോസിബിൾ ത്രൂ ആൽക്കൈൽ ഫോസ്ഫറസ് ആസിഡ്സ്. Then third question, what is the common reason for the selectivity in the extraction by crown eaters? So simple question ആണ് and it is very important. So the selectivity is achieved by the compatibility of cavity size of the crown eaters and the metal iron radius. So compatibility of the cavity, crown eaterന്റെ ക്യാവിറ്റിയും അതേപോലെ തന്നെ മെറ്റൽ അയണിന്റെ റേഡിയസും തമ്മിലുള്ള കോമ്പാറ്റബിലിറ്റി ആണ് ഇവിടുത്തെ സെലക്ടിവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കോമൺ റീസൺ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. ആൻഡ് ഓൾസോ ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു ഓരോ എക്സ്ട്രാക്ഷൻ സിസ്റ്റത്തിലും വരുന്നത്, അതും കൂടെ നോക്കി വെക്കാം. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിഫറെന്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. ദാറ്റ് ഇസ് സിമ്പിൾ മോളിക്യൂൾസ്, കോമ്പൗണ്ട് ഫോർമേഷൻ, അതിൽ തന്നെ ചീലേറ്റിംഗ് ഏജൻസ്, ഓർഗാനോ ഫോസ്ഫറസ് ആസിഡ്സ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് കണ്ടിരുന്നു. ആൻഡ് ഓൾസോ സോൾവേഷൻ, അയൺ പേഴ്സ് ആൻഡ് ക്രൗൺ ഈറ്റേഴ്സിനെ കുറിച്ചും പഠിച്ചു. അതിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെക്കാനിസംസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ഇത്രയും നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ കവർ ചെയ്തത്. സോ താങ്ക് യു.